അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, സുഖം തന്നെയാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ എക്സാമിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. QAP മാർച്ച് 8 ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എത്രാമത്തെ നോമ്പാണ്? 15ാമത്തെ നോമ്പല്ലേ? എത്ര ആളുകൾ 15 നോമ്പും നോറ്റു? അഥവാ ഇന്നത്തെ നോമ്പും നോറ്റിട്ടുള്ള എത്ര കുട്ടികളുണ്ട്? കമൻറ്റ് ചെയ്യാം ഇൻഷാ അല്ലാ. ഇന്ന് മുതൽ ഒരു സ്പെഷ്യൽ ഉണ്ട്. ഇന്ന് മുതൽ നമ്മൾ സൂറത്തുൽ മുൽക്ക് ഹിഫ്ളാക്കുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഇൻഷാ അല്ലാ. പ്രത്യേകം പോയിൻ്റൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാ. ലെവലപ്പിൽ നമ്മൾ അതാണ് കാര്യമായിട്ടുള്ളത്. ഓക്കെ, ഏതായാലും ദ കീ ടു ജന്ന, അതിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. അപ്പോൾ നിങ്ങളിൽ മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമരാരാണ്? പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ മാഷാ അല്ലാ, നമ്മളൊക്കെ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അള്ളാഹു ഖൈറാക്കി തരട്ടെ. നമ്മൾ നീയത്ത് നല്ല നീയത്താക്കുക. കൂലി കിട്ടണം സ്വർഗത്തിൽ. നമ്മളിങ്ങനെ ഓതുന്നതിനനുസരിച്ച് നമ്മുടെ ദറജ നമുക്കിങ്ങനെ കയറി പോകാം സ്വർഗത്തിൽ. അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നിങ്ങൾ ഹിഫ്ളാക്കുന്നുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് എന്താണ് ലെവലപ്പിൽ 2 ആയത്തുകൾ ഹിഫ്ളാക്കാനാണ് ഇൻഷാ അല്ലാ. നമുക്ക് വേണ്ടി ചെറിയ മക്കൾ ഓതിത്തരും. ഇത് കേൾക്കുക ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? റമദാൻ ദിനരാത്രങ്ങൾ കടന്നു പോകുന്നു. എല്ലാവരും നോമ്പൊക്കെ എടുത്തില്ലേ? അപ്പം നമുക്കിന്ന് പഠിക്കാനുള്ളത് സൂറത്തുൽ മുൽക്കിലെ 1ഉം 2ഉം വചനങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് ഓതി നോക്കാം ഇൻഷാ അല്ലാ. ഞാൻ ആദ്യം ഓതി തരാം, നിങ്ങൾ കേൾക്കുക ഇൻഷാ അല്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അപ്പം ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഓതി നോക്കാം അല്ലേ? എല്ലാവരും ഓതാ, ഞാൻ ഓതിത്തരും. അപ്പോൾ എല്ലാവരും കൂടെ ഓതാ. എല്ലാവരും റെഡിയായിരിക്കുക. എല്ലാവരും ഒന്ന് ഉഷാറാകുക ഇൻഷാ അല്ലാ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك. تبارك الذي بيده الملك. تبارك الذي بيده الملك. تبارك الذي بيده الملك. وهو على كل شيء قدير. وهو على كل شيء
قدير وهو على كل شيء قدير وهو على كل شيء قدير تبارك الذي بيده الملك تبارك الذي بيده الملك وهو على كل شيء قدير وهو على كل شيء قدير الذي خلق الموت الذي خلق الموت الذي خلق الموت والحياة ليبلوكم 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 أيكم أحسن عملا ليبلوكم أيكم أحسن عملا ليبلوكم أيكم أحسن عملا ليبلوكم أيكم أحسن عملا وهو العزيز الغفور وهو العزيز الغفور وهو العزيز الغفور وهو العزيز الغفور الذي خلق الموت والحياة ليبلوكم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا ليبلوكم أيكم أحسن عملا وهو العزيز الغفور وهو العزيز الغفور മാഷാ അല്ലാഹ്. അപ്പം എല്ലാവരും പാരായണം ചെയ്തിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് കേട്ട് നല്ലോണം കേട്ട് പാരായണം ചെയ്ത് പഠിക്കുക. അപ്പം ഞാൻ ഒന്നും കൂടി ഓതിത്തരാൻ നമുക്ക് എന്നിട്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير. അർത്ഥം നോക്കാം നമുക്ക്. രാജാധിപത്യം യാതൊരുവൻ്റെ കൈവശമാണോ അവൻ നന്മ ഏറിയവനാകുന്നു, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമത്രേ. നമുക്കറിയാം ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ അർത്ഥം ഓരോ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെ നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അറിവുകൾ കിട്ടും. നമ്മൾ ജീവിതം ഇങ്ങനെ നന്നാക്കാൻ ശ്രമിക്കും ഈ അർത്ഥം നോക്കി പഠിച്ച് അർത്ഥം ജീവിതത്തിലേക്ക് പകർത്തി കൊണ്ടുവന്നാൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിൻ്റെ അർത്ഥം നോക്കാം. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷണം ചെയ്യുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ. അവനത്രേ വളരെ പൊറുക്കുന്നവനായ പ്രതാപശാലി. എന്താണ് ഇതിൽ പറയുന്നത്? നമ്മളിൽ നല്ല പ്രവൃത്തി, നമ്മൾ എന്താ പറയുക, ഏറ്റവും നന്നായി പ്രവർത്തിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കാണ്ട് ജീവിക്കുന്നത് ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്താക്കി മരണവും ജീവിതം എന്താ പറയുക സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം അവനെന്താ ഭയങ്കര പൊറുക്കുന്നവനാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് നമ്മൾ തെറ്റ് ചെയ്തിട്ട് പൊറുക്കലിനെ തേടിയപ്പോൾ അവന് തേടിയാൽ നമ്മൾക്ക് എന്താ പുറത്ത് കിട്ടും. എത്ര തിന്മയുണ്ടെങ്കിലും ശിർക്കല്ലാത്ത അള്ളാഹുവിൽ പങ്കുചേർക്കാത്തെല്ലാം അള്ളാഹ് നമുക്ക് പുറത്തു തരും. അപ്പം അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മളെന്തിനാ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഒരു അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് ഒരക്ഷരത്തിന് ഖുർആൻ ഓതുമ്പോൾ ഒരക്ഷരത്തിന് എത്ര പ്രതിഫലം? 10 പ്രതിഫലം. മാഷാ അല്ലാഹ്. അപ്പം ഒരു ഹർഫിന് 10 പ്രതിഫലമാകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ആയത്ത് ഓതുമ്പോൾ ആ ഓരോ ആയത്തിൽ എത്ര ഹർഫുകളുണ്ടാവും, അത്രയും 10 ഇങ്ങനെ 10 കൂടി വരും അല്ലേ. അപ്പം അത്രയും പ്രതിഫലം ലഭിക്കും. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എത്ര പ്രതിഫലം ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഖുർആൻ നമ്മളിങ്ങനെ ഓതി പഠിച്ചാൽ നമുക്ക് എന്താക്കും, ഖുർആൻ നമുക്ക് പരലോകത്ത് എന്താക്കും, ശുപാർശയായിട്ട് വരും, ഷഫാത്ത് തേടി വരും. നമുക്ക് അള്ളാഹു പുറത്ത് തരുന്നത് വരെ നമുക്ക് വേണ്ടി ഇങ്ങനെ തേടും ഖുർആൻ. അപ്പം അത്രയും ഗുണമുള്ളൊരു കാര്യമാണ് ഖുർആൻ പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കി ഓതുക. അപ്പം ഖുർആൻ വെറുതെ ഓതണ്ട, നമ്മൾ അർത്ഥറിഞ്ഞ്
അത് ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ ഓതിയാൽ നമ്മളെ ജീവിതത്തിലൊക്കെ കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കുക. അപ്പം നമ്മൾ ഇന്നെടുത്ത ഈ ഭാഗങ്ങൾ എല്ലാവരും പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ചിട്ട് ഉമ്മാക്കോ ഉപ്പാക്കോ ചൊല്ലിക്കൊടുക്കുക. നിങ്ങൾ മാർക്ക് ചെയ്യുക, നിങ്ങൾ പോയിൻ്റ് ഇടുക. നിങ്ങൾക്ക് പോയിൻ്റ് ബുക്ക് ഉണ്ടാവും, അപ്പം പോയിൻ്റ് ഇടുക. അപ്പം നിങ്ങൾ പഠിക്കുക ഇൻഷാ അല്ലാ. അപ്പം റമദാനൊക്കെ എല്ലാവരും ഖുർആനിൽ മുന്നേറി ഖുർആനും പല നന്മകളും ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുക. എല്ലാവരും പഠിച്ചോ, കേട്ടോ? എങ്ങനെയുണ്ട്? അതിമനോഹരമായി ശ്രുതിമാധുര്യത്തോടു കൂടി നമുക്ക് ഓതി തന്നു അല്ലേ? ഓക്കെ, മാഷാ അല്ലാ, ബാറക്കല്ലാ. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാ അടുത്ത റമദാനിൽ നിങ്ങൾ ഇവിടെ വരണം. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പഠിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം ഇൻഷാ അല്ലാ. ഇവര് ഒരുപാട് ഇത്തരത്തിലുള്ള കുട്ടികളുണ്ട്. നമ്മുടെ ജാമിയ അൽ ഹിന്ദ് നമ്മുടെ സ്ഥാപനമാണ്. അതിന് കീഴിൽ ഒരുപാട് ഹിഫ്ള് സ്ഥാപനങ്ങളുണ്ട്. അവിടെയുള്ളൊക്കെ കുട്ടികളാണ്. ഇൻഷാ അല്ലാ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് പല കുട്ടികളും വരും. അതേപോലെ നിങ്ങളും ആവണം. ജാമിയ അൽ ഹിന്ദിൻ്റെ ഹിഫ്ള് കോളേജിൽ പഠിക്കുക, അതേപോലെ തന്നെ ജാമിയ അൽ ഹിന്ദിൽ പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ വലിയ പണ്ഡിതന്മാരായി മാറും. അതിനല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ലക്ഷ്യമുണ്ടാകണം ഇൻഷാ അല്ലാ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി നല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതുവഴി അല്ലാഹു ഈഹത്തിലും ഇഹലോകത്തും പരലോകത്തും ഒരുപാട് നന്മകൾ അല്ലാഹു നമുക്ക് നൽകും ഇൻഷാ അല്ലാ. ഇന്നത്തെ റമദാൻ ഡെയിലി സ്ട്രീക്കിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഇൻഷാ അല്ലാ മുകളിൽ പഠിപ്പിച്ച 2 ആയത്ത് അത് പഠിക്കുക. പിന്നെ പഠിച്ചവരെന്ത് ചെയ്യുക? സ്റ്റാർ, അവിടെ പ്രത്യേകമായി സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാർ നല്ല ഭംഗിയിൽ കളറ് ചെയ്യുക, പുറത്തൊന്നും പോവാതെ കളറ് ചെയ്യുക ഇൻഷാ അല്ലാ. ഫസ്റ്റത്തൊക്കെ എല്ലാവരും ഉഷാറായി കളറ് ചെയ്യും. ഇത് ലാസ്റ്റ് വരെ കളറ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൂറത്തുൽ മുൽക്ക് നിങ്ങൾ ഓരോന്നും ഓരോ ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഇൻഷാ അല്ലാ. പിന്നെ അതേപോലെ ഇനി മുതൽ ഓരോ ദിവസവും 2 ആയത്തുകൾ സൂറത്തുൽ മുൽക്കിൽ നിന്നും ഈ ക്ലാസ് എടുക്കുന്നത് പഠിക്കുമെന്നുള്ള നിയത്ത് എവിടെ വെക്കേണ്ടത്? പറയാണോ വേണ്ടത്? ഞാൻ ഇങ്ങനെ പഠിക്കും, 2 ആയത്ത് പഠിക്കും, അങ്ങനെയാണോ? അല്ല, പറയണ്ട. നിയത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഖൽബാണ് അല്ലേ? നിയത്തിന്റെ മഹല്, നിയത്തിന്റെ സ്ഥാനം അത് ഖൽബാണ്. അതുകൊണ്ട് ഖൽബിൽ നമ്മൾ വിചാരിച്ചാൽ മതി. ഇൻഷാ അല്ലാ നാളെ മുതൽ ഇങ്ങനെ പഠിക്കും, എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്ന 2 ആയത്തുകൾ പഠിക്കുന്ന മനസ്സിൽ വിചാരിച്ചാൽ മതി. അതാണ് നിയ്യത്ത്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളെ QVP എല്ലാം റെഡി അല്ലേ? ഓക്കെ. ഖുർആൻ വിജ്ഞാന പരീക്ഷ കിഡ്സ് എപ്പോഴൊക്കെയാണ്? 8-ാം തീയതി ആണ്. പക്ഷെ ചില സെൻറ്ററുകളിൽ 7-ാം തീയതി നടക്കും, ചില സെൻറ്ററുകളിൽ 8-ാം തീയതി, ചില സെൻറ്ററുകളിൽ 9-ാം തീയതി. ഈ 3 ദിവസങ്ങളിലായിരിക്കും മിക്കവാറും നടക്കാൻ സാധ്യത. പ്രധാനമായും 8-ാം തീയതിയാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഖുർആൻ വിജ്ഞാന പരീക്ഷകളൊക്കെ നടക്കുക. കിഡ്സിൻ്റെ ചിലപ്പോൾ ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ചില ആളുകൾ സ്വന്തം ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തവരൊക്കെ ഉണ്ട് പോർട്ടലിൽ കയറിയിട്ട്. അപ്പോൾ അവരുടെ ഈ എക്സാം നടക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ആ പോർട്ടലിൽ തന്നെ നോക്കിയാൽ അവർക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മദ്രസയിൽ നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ മിക്കവാറും ആ മദ്രസയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്റർ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ സെൻറ്റർ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളെ ജില്ല ഏതാണ് നോക്കി അതിൻ്റെ നേരെയുള്ള ഏൽപ്പിച്ച ആളുകളുടെ നമ്പേഴ്സ് താഴെയുണ്ട്. അവരുമായി ബന്ധപ്പെടുക. അള്ളാഹു ഖൈറാക്കി തരട്ടെ. കൂടുതൽ പഠിക്കാനും കൂടുതൽ നന്മകൾ ചെയ്യാനും നല്ല മാർക്ക് വാങ്ങാൻ, സമ്മാനം വാങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അതിന് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.